കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. പിങ്കിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു, കുറച്ച് ജാടയൊക്കെ ഉണ്ടായിരുന്നു. താൻ ഭയങ്കര റിസർച്ച് നടത്തിയ ആളാണ്, ഭയങ്കര സ്കോളറാന്നുള്ള രീതിയിലൊക്കെ. ഈ സമയം അതിനിടെ നല്ല 8ന്റെ പണി തന്നെ നയനെ കൊടുക്കുകയാണ്. കാരണം പിങ്കിയോട് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പിങ്കി ഏത് വിഷയത്തിലാണ് റിസർച്ച് നടത്തിയെന്നൊക്കെ. പിങ്കി പിന്നീട് അവസാനം ആത്മീയതയുടെ കാര്യത്തിലാന്നൊക്കെ പറയണം. ഈ സമയം പിങ്കിയുടെ മനസ്സിലെ വിചാരം എന്താ, നയനയ്ക്കൊന്നും അറിയില്ല എന്നൊക്കെയാ. പക്ഷേങ്കില് നയന എന്ത് ചെയ്യുവാണ്, പിങ്കിയോട് ഒരു ചോദ്യം അങ്ങ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈശ്വര സന്നിധിയിൽ പോയിട്ട് എന്തിനാണ് പിങ്കി കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന്. കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, കണ്ണടച്ച് എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്. ഇത് കേട്ടതും പിങ്കി ആദ്യം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പിന്നീട് പറഞ്ഞത് കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുന്ന ഈശ്വരന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിട്ടാ, കണ്ണടയ്ക്കുന്ന ഏകാഗ്രത കിട്ടാൻ വേണ്ടിട്ടാന്ന്. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം നയന പൊട്ടിച്ചിരിക്കുകയാണ്. നയന പറഞ്ഞു, ഇതൊക്കെ ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ പിങ്കി. ഇതിനു വേണ്ടിയിട്ടാണോ നീ ഇത്രമാത്രം റിസർച്ചൊക്കെ നടത്താൻ പോയത്? എങ്കിലന്നെ അതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞ് പിങ്കിനെ കളിയാക്കുവാണ്. കാരണം ഇത്രയും സമയം പിങ്കി വലിയ ആളും കളിച്ച് നയനെ കളിയാക്കിക്കൊണ്ടിരുന്ന. ഈ സമയം പിങ്കി പറഞ്ഞു, എനിക്കറിയത്തില്ല, എന്നാ നീ ഒന്ന് പറഞ്ഞു തന്നേന്ന് പറയണം. ഈ സമയം നയന പറഞ്ഞു, നമ്മൾ കണ്ണടയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളതൊന്നും നമ്മൾ പിന്നീട് നമ്മൾ കൺമുന്നിലേക്ക് വരത്തില്ല. കാരണം കണ്ണടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈശ്വര ചിന്ത മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കണ്ണ് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ചുറ്റുമുള്ള ആകർഷിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ നോക്കും. അതേലൊക്കെ ആയിരിക്കും നമ്മുടെ കണ്ണ്. പിന്നെ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈശ്വര സന്നിധിയിൽ പോയി കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത്. പിന്നെ കൈകൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കരം ഈശ്വരനായിട്ടും മറ്റേ കരം നമ്മളായിട്ടും വിചാരിച്ചുകൊണ്ട് ഈശ്വരനെ നമ്മളെയും കൂടെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ കൈകൂപ്പുന്നേ എന്ന് പറയണേ. ഇത് കേട്ടതും അവിടെ ഇരുന്നിട്ട് പവിത്ര കൈയടിക്കണം. കൊള്ളാം, സൂപ്പറാന്ന് പറയണേ. എന്തായാലും നയനേച്ചിക്ക് ഇത്രമാത്രം ബുദ്ധി ഉണ്ടായിരുന്നു. സുമംഗല പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവളുടെ വേൾഡ് വൈഡ് ക്വിസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്ത് പ്രൈസ് മേടിച്ചിട്ടുള്ള. എന്നാലും എന്റെ പിങ്കി മോളെ, നിനക്ക് ഇതുപോലും അറിയത്തില്ലാതെ പോയല്ലോ എന്ന് അരുന്ധതി പറയണം. പിങ്കി അങ്ങപ്പാട് നാണം കിട്ടങ്ങ് തല കുനിക്കുക. എന്തേലും പറയാൻ പറ്റുമോ? ഇത്ര സമയം വലിയ അഹങ്കാരത്തോടു കൂടി നിന്നായിരുന്നു, എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു പോയില്ലേ. പെട്ടെന്ന് പിങ്കിയോട്, ഓ ഇതൊക്കെ നിനക്ക് കിസ് കോമ്പറ്റീഷൻ കിട്ടുന്ന അറിവുകളൊക്കെ ആയിരിക്കും. ഇതിന് കിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ട കാര്യമൊന്നും അല്ല പിങ്കി. അത്യാവശ്യം തലയ്ക്കകത്ത് ബോധമുള്ള ആർക്കും കിട്ടുന്ന ആൻസർ ആയിരുന്നു പറയാ. അതിന് അതിനുമാത്രം റിസർച്ച് നടത്തേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. പിങ്കി പറഞ്ഞു, ഓ എനിക്ക് അത്രമാത്രം അറിവും കാര്യങ്ങളൊന്നും ഇല്ലേ എന്ന് പറയാണ്. ഈ സമയം പവിത്ര പറഞ്ഞു, പിങ്കി ചേച്ചി തോറ്റുപോയി, അതുകൊണ്ടല്ലേ പിങ്കി ചേച്ചി ഇപ്പൊ നയന വെച്ചിട്ട് വഴക്കടിക്കണേന്ന് ചോദിക്കുക. പിങ്കി പറഞ്ഞു, അതിനിപ്പോ തോക്കാനും ജയിക്കാനും മാത്രം ഇവിടെ വലിയ കോമ്പറ്റീഷൻ ഒന്നും നടത്തിയിട്ടില്ലോ എന്ന് പറയാം. പിങ്കിക്ക് അവസാനം ദേഷ്യം വന്നു. എല്ലാവരും കൂടെ പറഞ്ഞിട്ട് പിങ്കി ഇങ്ങനെ ദേഷ്യപ്പെട്ട് കയറി പോവാ. ഈ സമയം സുമംഗല അരുന്ധതിയോട് പറഞ്ഞു, നയനമോള് കൊള്ളാല്ലേന്ന് ചോദിക്കുകയാണ്. നയന അങ്ങോട്ട് അകത്തേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അതെ അതെ, കണ്ടോ, എല്ലാ കാര്യത്തിലും അവൾക്ക് നല്ല ബുദ്ധി, അത് വിവരവും എല്ലാ കാര്യത്തിലും ഉണ്ട്. അത് മാത്രമല്ല, ഒരു കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയാം. അവൾ ഈ ഫാഷൻ ഡിസൈനിങ്ങുമായിട്ട് നടക്കുന്നോണ്ടാ, അല്ലെങ്കിൽ അവൾ എവിടെ എത്തേണ്ട പെൺകുട്ടിയാണെന്നറിയോ. അവളുടെ ഇഷ്ടത്തിന് അവൾ അവളുടെ കരിയർ തെരഞ്ഞെടുത്തെന്ന് പറയാ. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, അതാണ് വേണ്ടത്. അവൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അത് അവള് തെരഞ്ഞെടുക്കട്ടെ. അല്ലാതെ ഒരു മനുഷ്യനെ അടിച്ചേൽപ്പിച്ച് ജയിക്കാൻ പറ്റുന്നല്ലോ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെന്ന് പറയാണ്. ഈ സമയത്ത് നന്ദ ആകെപ്പാട്ട് ടെൻഷനിലായിരുന്നു. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദ എങ്ങനെ പ്രൊഫസറുടെ മുന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ശ്രീതു ഓടിച്ചെന്ന് ചോദിച്ചു, എന്തായി നന്ദ, അയാൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞോന്ന് ചോദിക്കാം. ഈ സമയം നന്ദ പറഞ്ഞു, പറഞ്ഞോന്നോ ഒന്നും പറയണ്ടെന്ന് പറയാണ്. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. ഇതെല്ലാം കേട്ടിന്ന് ശ്രീതു പറഞ്ഞു, നീ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ, അയാൾക്ക് എന്തോ പകയുള്ള പോലെയാണല്ലോ അയാൾ പെരുമാറുന്നതെന്ന് പറയാം. ഇത് കേട്ട നന്ദ പറഞ്ഞു, എനിക്കറിയത്തില്ല, കാര്യം എന്താണെന്ന് അറിയത്തില്ല ശ്രീതു. പക്ഷേങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വിജയശങ്കർ സാറിനെ കാണുന്ന പോലും. പക്ഷേങ്കിൽ ഞാൻ കൊടുത്ത അസൈൻമെന്റ് ഒന്ന് തുറന്നു നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. പക്ഷേങ്കിൽ അതിന്റെ പേരിൽ ഇനി വീണ്ടും എന്നോട് ഒരു തവണയും കൂടെ എഴുതണം. ഞാനിവിടുന്ന് കോപ്പി അടിച്ചുകൊണ്ട് വന്നാന്നൊക്കെ വിജയശങ്കർ സാർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ എനിക്ക് ഓർത്തിട്ട് എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയാം. പിന്നീട് നന്ദ ഓർത്തു, ഗൗതം സാറിനെ ഒന്ന് വിളിച്ചാലോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ എന്നോർത്ത് ഗൗതമിനെ വിളിക്കുകയാണ്. ഗൗതം ഫോൺ തിരിച്ച്, എന്താ വിളിച്ചെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ കാര്യം എന്താന്ന് പറ. അതെ, നമ്പ്യാർ സാർ ഇവിടുന്ന് മാറിപ്പോയി, പകരം പുതിയൊരു പ്രൊഫസറെ ചാർജ് എടുത്തേക്കുന്നത്, ഒരു വിജയശങ്കർ എന്ന് പറയാം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? അല്ല അത് പിന്നെ എന്തോ ആ സാറിന് എന്തോ എന്നോടൊരു വൈരാഗ്യം ഉള്ള പോലെ പെരുമാറുന്നേ. കാരണം ഞാൻ കൊടുത്ത അസൈൻമെന്റ് ഒന്നും സ്വീകരിച്ചില്ല, വേറെ എന്നോട് എഴുതാൻ പറഞ്ഞു. അത് മാത്രമല്ല, അന്ന് അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ വരാൻ പറ്റിയില്ലോ. അപ്പൊ അതിന്റെ പേരിൽ എന്നെ വളരെയധികം വേദനിപ്പിച്ചു, ഇറിറ്റേറ്റ് ചെയ്യുന്നൊക്കെ പറയാണ്. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, ഇത് പറയാനാണ് നീ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുക. അല്ല
ഒരു സോറി പറയാനായിട്ട് നമുക്ക് എൻ്റെ കൂടെ ഒന്നും ഗൗതം സാറും കൂടെ വരുമോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗതം പിന്നെ നിന്റെ കാര്യത്തിന് ഇങ്ങനത്തെയുള്ള സില്ലി കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തൽ നന്ദാന്ന് പറയണം. ഇത് ഗൗതം സാർ, ഇത് സില്ലി കാര്യമല്ല, അറിയാലോ. ഇത് ഈ വർഷം എനിക്ക് നന്നായിട്ട് മാർക്ക് മേടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ക്ലാസ്സിലെ ടോപ്പൊക്കെ ആണെന്ന് സാറിന് നന്നായിട്ട് അറിയാവുന്ന. പക്ഷെ സാർ എന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ എന്നോട് പെരുമാറുന്നേ, അതെന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ട ഗൗതം പറഞ്ഞതേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ പഠിക്കുകയോ പഠിക്കാതിരിക്കോ എന്ത് വേണം നിന്റെ ഇഷ്ടം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് എന്ത് വേണമെച്ചാൽ നീ തീരുമാനിച്ചോ. നീയും നിന്റെ ഒരു സാറും വെച്ചിട്ട് പോകാൻ പറയണ്ട. ഇവിടെ മനുഷ്യന് ധൃതിയുണ്ടെന്ന് പറഞ്ഞ് കോളം കൂടെ കട്ട് ചെയ്യുക. നന്ദയ്ക്ക് വല്ലാത്ത വിഷമം വന്നു. ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിയുമ്പോൾ കൂടെ നിർത്തി ചേർത്ത് നിർത്തേണ്ട ആളാണ് ഗൗതം സാറ്. പക്ഷെ തന്നെ കുറ്റപ്പെടുത്തുക ചെയ്തേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അസൈൻമെന്റ് ഒക്കെ ഒന്നേ തൊട്ട് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ആകെപ്പാടെ ഒരു ടെൻഷനായി. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയാണ് നന്ദ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത്. ഈ സമയം ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്താ നന്ദ മോളെ മുഖം എന്താ വല്ലാതിരിക്കണമെന്ന് നിൽക്കും. ഒന്നുമില്ലാന്ന് പറയാണ്. നയന വന്നിട്ട് ചോദിച്ചു, എന്തായാലും കാര്യമുണ്ടോ നിൽക്കും. ഒന്നുമില്ല നയനെന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാം. ചെന്ന് ഫുഡ് പോലും കഴിക്കാൻ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ നയനയ്ക്ക് തോന്നി. നയനയ്ക്കല്ല, നന്ദയ്ക്ക് തോന്നിയില്ല. വല്ലാത്തൊരു സങ്കടമായിരുന്നു. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം അങ്ങോട്ട് വന്നു. ഗൗതം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ഗൗതം സാർ, ഞാൻ ഇന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഗൗതം സാർ ഒന്ന് ആലോചിച്ചെന്ന് ചോദിക്കും. എന്താ? പോയി മാപ്പ് പറയുന്ന കാര്യം, സോറി പറയാനായിട്ടാ. അതിന് എന്നെ ഒന്നും കിട്ടത്തില്ലെന്ന് പറയാണ്. അല്ലെങ്കിലും അവാർഡ് ദാന ചടങ്ങിന് പോകാത്ത നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ. അതിന് നീ എന്നെ എന്തിനാ വിളിക്കണേ? ഞാൻ പോയി ആരുടെ സോറി പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അന്ന് പങ്കെടുക്കാൻ പറ്റാത്തതിന് നീ റീസൺ പറഞ്ഞല്ലേന്ന് ചോദിക്കും. അതെ, പക്ഷേങ്കില് അതെ, നീ കൂടുതലൊന്നും പറയണ്ട. എനിക്കിത് നിന്റെ ഒന്നും കാര്യമൊന്നും കേൾക്കുകയും വേണ്ട. പറഞ്ഞു കേട്ടല്ലോ, നിന്റെ ഭാര്യയായിട്ട് നിന്റെ കഴുത്തേൽ ഒരു താലി മാത്രമേ ഞാൻ ചാർത്തിയിട്ടുള്ളൂ. അതിന്റെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ തമ്മിൽ അതിനേക്കാൾ ഉപരി ഒരു ബന്ധമില്ല. ഇത് മുമ്പ് പലതവണ ഞാൻ പറഞ്ഞ, ഇനി എന്നെ കൊണ്ട് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഗൗതം വാഷ്റൂമിലേക്ക് അങ്ങോട്ട് പോവാണ്. നന്ദയ്ക്ക് പിന്നെ വല്ലാത്തൊരു വിഷമായി. നന്ദ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം നേരം എടുത്തു. കോളേജിലേക്ക് പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കോളേജിൽ പോകാൻ പോലും തോന്നിയില്ല. ഈ സമയം ലക്ഷ്മമ്മ വന്നിരിച്ചു, അല്ല മോള് ഞാൻ ടിഫിൻ എടുക്കാത്ത, ടിഫിൻ കൊണ്ടുപോകുന്നില്ലെന്ന് ചോദിക്കും. വേണ്ടെന്ന് പറയണം. അതെന്താ മോളെ അങ്ങനെ? അതെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ടിഫിനും കൊണ്ട് പോയാൽ മതി. ഇപ്പൊ അമ്മ എടുത്തുതരാന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോയി നന്ദയ്ക്കോടെ ടിഫിൻ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടാൻ പറയാണ്. എന്താ മോളെ ഇത്? ഗൗതമോനുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഇല്ലമ്മേ, പിന്നെന്താ കാര്യം? ഒന്നുമില്ലാന്ന് പറയാണ്. പിന്നീട് അവസാനം ലക്ഷ്മിയമ്മ ചോദിച്ചു കഴിഞ്ഞപ്പം വിജയശങ്കറിന്റെ കാര്യങ്ങളെല്ലാം നന്ദ പറയാണ്, പുതിയ പ്രൊഫസറുടെ കാര്യം. ഇതാണ് കാര്യം. അതോർത്ത് മോള് വിഷമിക്കണ്ട. മോൾക്കൊരു കഴിവുണ്ടല്ലോ. മോള് ഇതിനേക്കാളും വലിയ ആള് വന്നാലും മോള് അവരെയൊക്കെ തകർത്തെറിയുന്നല്ലേ. പിന്നെ എന്താ കുഴപ്പമിരിക്കണേ? മോള് ധൈര്യമായിട്ടിരിക്കുക. മോള് നന്നായിട്ട് പഠിച്ചാൽ മതി. പിന്നെ ഒന്നും സംഭവിക്കില്ല. മോള് ഈശ്വരന്മാരെ ധ്യാനിച്ച് അങ്ങോട്ട് പൊയ്ക്കോളാൻ പറയാണ്. ഇത് കേട്ടപ്പം എന്താ പറഞ്ഞേ, എനിക്ക് എന്തൊരു വല്ലാത്ത വിഷമം തോന്നുന്നു പറയാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഗൗതം സാറിനോട് പറഞ്ഞായിരുന്നു. പക്ഷെ ഗൗതം സാർ അതൊന്നും ചെവിക്കൊണ്ടില്ല എന്ന് പറയണം. എന്നെ വെറുതെ ചീത്ത പറയുക ചെയ്തെന്ന് പറയാം. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. അവന്റെ മനസ്സറിയാലോ. അതൊക്കെ അവന് മനസ്സിലാവുന്ന ഒരു ദിവസം വരും. മോള് സമാധാനത്തോടെ പോയിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നന്ദനെ പറഞ്ഞു വിടുവാണ്. ഈ സമയത്ത് നയന ഇതെല്ലാം കേട്ടു. നയനയ്ക്ക് മനസ്സിലായി ഗൗതമും നന്ദൻ തമ്മിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. അതെന്താന്ന് എത്രയും പെട്ടെന്ന് അറിയണം. അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം. അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വീണ്ടും വീണ്ടും പിങ്കിക്കിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നയന എന്താണ്ടും വന്നത് വെറുതെ അല്ല, ചില തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെയാ വന്നത്. അത് മാത്രല്ല, സുംഗലയുടെ ഉള്ളിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം നയനെ അർജുനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം. പിങ്കി ഇനിയിപ്പോ ഡിവോഴ്സ് വാങ്ങി പോവാണെങ്കിൽ നയനെ അർജുനും കൂടെ വിവാഹത്തിലാട്ടെ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് സുമംഗലയുടെ വരവ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.